എന്തുകൊണ്ട് ഞാൻ നിന്നെ ഇത്രമാത്രം വിശ്വസിക്കുന്നെന്ന് എനിക്കറിയില്ല അവിനാശ്. ഡിക്കയുടെ യഥാർത്ഥ സ്വഭാവം അറിയുമ്പോ ആ ജാനകി നമ്മളെ ചീത്ത വിളിക്കുമെന്നോ എന്റെ പേടി. ഏയ്, അവൾ അങ്ങനെ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടാ തന്നെ അറിയാം, ഒരു പാവം കുട്ടി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വല്ലയിടത്തും പോയിരുന്ന് കരയുമെന്നല്ലാതെ തിരിച്ചെന്തെങ്കിലും പറയാനുള്ള ധൈര്യമൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലൊരു പാവം കുട്ടി വേണം ഡിക്കയ്ക്ക് ഭാര്യയായി വരാൻ, അല്ലേ ചേച്ചി? അതെ, അമരാവതിയുടെ അന്തസ്സിന് ചേർന്ന കുട്ടി തന്നെയാ ജാനകി, ഒരു സംശയവും വേണ്ട. ഈശ്വര, ആ ഹിറ്റ്ലർ ആയിരിക്കും ഇനി രാമനായിട്ട് അഭിനയിക്കുന്നത്. അയാൾ എന്നെ തിരിച്ചറിയുന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട. കുഴപ്പാവോ? അറിയുന്നെങ്കിൽ പിന്നെ എനിക്കെന്താ? എന്നോടെന്തെങ്കിലും വഴക്കിന് വന്നാ ഇനി കേക്കായിരിക്കില്ല, നല്ല പച്ച ചാണകം മെഴുകും മുഖം നിറയെ. അല്ല പിന്നെ ചേച്ചി, ദേ ജാനകി ഫ്രഷ് ആയിട്ട് വന്നു. സോറി മാഡം, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതെ, കിച്ചണിലെ ഡിക്ക് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കിച്ചണിലോ? അവിടെ വെച്ചാണോ റിഹേഴ്സല്? റിഹേഴ്സലോ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് പിന്നെ ഞാൻ ഡിക്കയോട് സീതയെ പോലെ സംസാരിക്കണോ അതോ ജാനകിയായിട്ട് സംസാരിക്കണോ? എന്തായാലും വേണ്ടില്ല, രണ്ടുപേരും മനസ്സ് തുറന്നു സംസാരിച്ചാ മതി. ഇവരെന്തൊക്കെയാ പറയുന്നത്? മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഞാൻ എന്താ അയാളെ കെട്ടാൻ പോവാണോ? അല്ലേ തന്നെ മനസ്സ് തുറക്കാൻ പറ്റിയ ഒരാള്, മോശകോടൻ ഹിറ്റ്ലർ. എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. ഒന്നും പേടിക്കണ്ട, പുറമേ കാണുന്ന ഗൗരവം മാത്രമേ ഉള്ളൂ. ഡിക്ക് നല്ല സ്നേഹമുള്ളവനാ. ആണല്ലേ? ഇത് ഗുരുവായൂരില് പൂജിച്ചതാ. ഞങ്ങളുടെ അമരാവതിയിൽ എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും ഇത് ഞങ്ങള് കയ്യില് കരുതാറുണ്ട്. ഇത് നിന്റെ കയ്യില് വെച്ചോ. എല്ലാം നന്നായി വരണേന്ന് പ്രാർത്ഥിച്ച് ഇത് കൂടെ കൊണ്ടുപോയിക്കോ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാ മതി, എല്ലാം ഭംഗിയായി തന്നെ നടക്കും. ശരിക്കും ഇവർക്ക് ഭ്രാന്തായതാണോ അതോ ഇവര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവാത്തതാണോ? എന്തോ ഒരു വശവിഷമുണ്ടല്ലോ. പക്ഷെ നല്ല മനസ്സുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഡിക്കെ പോലെ സ്നേഹമുള്ള ഒരാളെ നീ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. കണ്ണീര് കണ്ടാൽ വെണ്ണ പോലെ അലിയുന്ന മനസ്സാ ഡിക്കേടത്. സ്നേഹം പുറത്ത് കാണിക്കാൻ അറിയില്ല, അത്രേ ഉള്ളൂ. കൊള്ളാം കൊള്ളാം. ഹിറ്റ്ലറിന്റെ സ്വഭാവം ഈ നാട്ടിൽ ആർക്കും അറിയാത്തത്. ഞാനൊന്ന് നേരിട്ട് കണ്ടതല്ലേ വെണ്ണ പോലത്തെ മനസ്സ്. തള്ളുമ്പോ ഇത്തിരി മയത്തി തള്ളണ്ടേ ചേച്ചിമാരെ? കുറച്ചുകൂടി ഉപ്പിട്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി, പോയിട്ട് വാ. ശരി. ഓൾ ദി ബെസ്റ്റ് ജാനകി. ഭഗവാനെ രക്ഷിക്കണേ. ഈശ്വരാ, ലാസ്റ്റ് മിനിറ്റ് പണി പാളിയല്ലോ. ചക്കിന് വെച്ചത് കൊക്കി. ഒരു കല്യാണം ആലോചിക്കുമ്പോ അതിനൊക്കെ ചില നാട്ടു നടപ്പുകളൊക്കെ ഇല്ലേ? വരന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയിട്ടല്ലേ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. അല്ലാതെ കല്യാണത്തിന് മുൻപേ പെണ്ണ് ബന്ധുക്കളെയും കൂട്ടി ചെക്കന്റെ വീട്ടിലേക്ക് വരുന്നത് മര്യാദയാണോ?
എന്തൊരു നാണക്കേടായി പോയി. ഈ നാട്ടിലെങ്ങും ഇങ്ങനൊരു ഏർപ്പാട് കേട്ട് കേൾവി പോലും ഇല്ല. താലി കെട്ട് നടത്തുന്നതിന് മുൻപ് പെണ്ണിനെ കുടിയിരുത്താനാണോ അമ്മയുടെ ഉദ്ദേശം? യു ആർ റോങ്. സംഗതി എന്താണെന്ന് ഐ വിൽ ടെൽ. എടി മക്കളെ, അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ മഹാഭാഗ്യം. അവനെയും കൊണ്ടൊരു വീട്ടിൽ പെണ്ണ് കാണാൻ പോകാനും സംസാരിക്കാനും ഒക്കെ പറ്റുമെന്ന് നോക്ക് തോന്നുന്നുണ്ടോ? പറ ബേട്ടി, നിനക്ക് ആ വിശ്വാസമുണ്ടോ? നിങ്ങൾക്കോ? നിങ്ങൾ വിചാരിച്ചാൽ അത് നടത്തിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. എങ്ങനെയെങ്കിലും നമുക്ക് ഈ കല്യാണം നടത്തിയെടുക്കണം. അവനെയും കൊണ്ട് അവിടെ വീട്ടിൽ പോയി അവിടെ വെച്ച് അവൻ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാക്കിയാൽ പിന്നെ ഈ ജന്മത്തൊരിക്കലും അവനൊരു കല്യാണത്തിന് സമ്മതിച്ചത് വരില്ല. നിങ്ങൾ ആ കൊച്ചിന്റെ അച്ഛന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അച്ഛന്റെ നമ്പർ ഇന്റർവ്യൂ സമയത്ത് അവൾ എഴുതി തന്നിട്ടുണ്ട്. അത് നന്നായി. അവിടെ അച്ഛനെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചോളാം. അമ്മ പറഞ്ഞത് ശരിയാ. നമ്മുടെ വീട്ടിൽ വെച്ചാവുമ്പോ ഇനി മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. DK സുപ്രിയും തമ്മിൽ 10ൽ 10 പൊരുത്തം ഉണ്ടായിരുന്നു. ജാതകം നോക്കിയ ജ്യോത്സ്യന്മാരെല്ലാം ഒരേ സ്വരത്തിൽ ഉത്തമം എന്ന് പറഞ്ഞു. എന്നിട്ടും ഒരുമിച്ച് അധികകാലം ജീവിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായോ? അതുകൊണ്ട് തൽക്കാലം ആചാരങ്ങളൊക്കെ അമരാവതിയുടെ ഗേറ്റിന് പുറത്ത് തന്നെ നിക്കട്ടെ മക്കളെ. അച്ഛനെയും ബന്ധുക്കളെയും കൂട്ടി അവൾ അമരാവതിയിലേക്ക് തന്നെ വരട്ടെ. ബാക്കി നമുക്കപ്പ തീരുമാനിക്കാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, എല്ലാം മംഗളമാക്കി തരണേ. ഇവിടുന്ന് എല്ലാരും വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതേ ഇതുവരെ ഇവൾ അവർക്കുണ്ടാക്കിയ നഷ്ടപരിഹാരം വാങ്ങാനല്ലാന്ന് ആരറിഞ്ഞു? അല്ല മമ്മി, സിനിമയുടെ പേര് രാമലീല എന്നാ. നീ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അമ്മേ, ചേച്ചി പറയുന്നത് ഇങ്ങനെ കണ്ണടച്ച് എതിർക്കേണ്ട കാര്യം എന്താ? ഓഡീഷനില് അവര് ചേച്ചിയെ സെലക്ട് ചെയ്തു. നായകനായിട്ട് അഭിനയിക്കുന്ന ആളുമായി ഇന്ന് നേരിട്ട് കാണുകയും ചെയ്തു. വീട്ടുകാരെ വിളിച്ചോണ്ടെല്ലാം പറഞ്ഞത് ചിലപ്പോ പേയ്മെന്റിനെ പറ്റി സംസാരിക്കാനാണെങ്കിലോ? അല്ലേ? അതായിരിക്കും അവരുദ്ദേശിച്ചത്. അല്ല, ശമ്പളത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത് മുതിർന്നവരുമായിട്ടാണല്ലോ. അതിനായിരിക്കും നമ്മളെ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞത്. ഇതൊന്നും കെട്ടുകഥയല്ല മമ്മി. രാമന്റെ വേഷം കെട്ടുന്നത് ആ ഹിറ്റ്ലർ തന്നെയാ. ആ വീട്ടിലെ പെണ്ണുങ്ങള് 3 പേരും കൂടി എന്നെ ഓഡിഷൻ നടത്തി എന്റെ ഫോട്ടോയും എടുത്തു. ഫോട്ടോ കണ്ട് സീതാവേഷത്തിന് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞത് ആ DK തന്നെയാ. അയാളെ പോലെ അല്ല DKയുടെ അമ്മ. ഒരു പാവ. എന്തൊരു സ്നേഹത്തോടു കൂടി എന്നോട് സംസാരിച്ചെന്നറിയോ? ഞാനിത് വിശ്വസിക്കില്ല. സ്വന്തമായിട്ട് ഇന്നുവരെ ഒരു കാര്യം പോലും നേരെ ചൊവ്വേ ചെയ്യാത്ത നീ ഇതൊക്കെ എങ്ങനെ സാധിച്ചു? അത് മമ്മി കള്ളത്തരം. അല്ലാതെ ഈ പറയുന്ന കഴിവൊന്നും നിനക്കില്ലാന്നു എനിക്കറിയാം. ഒരു തവണ നിന്നെ നേരിട്ട് കാണുന്നവരൊക്കെ പിന്നെ കണ്ട ഓടി ഒളിക്കും. നിന്നെ വീണ്ടും വീട്ടിലേക്ക് വിളിക്കണമെങ്കിൽ അത് സ്ഥിരബുദ്ധിയില്ലാത്ത ആരെങ്കിലും ആയിരിക്കും. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ചേച്ചി എന്താ ഒന്നറിയാത്ത കൊച്ചുകുട്ടിയാണോ? നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ചേച്ചി നമ്മളെ കൂട്ടിക്കൊണ്ടു പോവോ? പ്രിയമോള് പറഞ്ഞാ ശരിയാ ശാരദ. അല്ല, അവിടം വരെ ചെന്നാലേ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവൂ. അത് മാത്രമല്ല, സിനിമയിൽ സീതാവേഷം ചെയ്ത കുട്ടിയുടെ അമ്മ എന്ന ബഹുമാനവും നിനക്ക് കിട്ടും. സന്തോഷമുള്ള കാര്യമല്ലേ ആ ശാരദ? മമ്മി, എനിക്ക് കിട്ടുന്ന ആദ്യത്തെ അഡ്വാൻസ് മമ്മിയുടെ കൈകൊണ്ട് വാങ്ങണമെന്നാ എന്റെ ആഗ്രഹം. അയ്യോ വേണ്ടായേ, അങ്ങനത്തെ ആഗ്രഹം ഒന്നും എനിക്കില്ല. ഒരു ഉപകാരം മാത്രം നീ എനിക്ക് ചെയ്തു തന്നാ മതി. നാട്ടുകാരെ കൊണ്ട് ഇനിയെങ്കിലും നീ എന്നെ ചീത്ത വിളിപ്പിക്കരുത്. എന്താമേ? നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? വേറെ അറിയുകോ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നമ്മേ. അല്ല, ഇന്നെന്താ പതിവിലും വലിയൊരു ഉത്സാഹം അമ്മയ്ക്ക്? കറക്റ്റ്. നീ എന്നെ മുഖത്തിൽ ലുക്കിൽ കണ്ടുപിടിച്ചു. വണ്ടർഫുൾ. അതെ, നാളെ എന്റെ മരുമോളും കുടുംബവും ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്ന ദിവസമാ.
അവരെ രാജകീയമായി തന്നെ സ്വീകരിക്കണം. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. അതിഥികളെ സ്വീകരിക്കുന്നതില് ഇന്ന് വരെ നമ്മൾ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ അമ്മേ. അതൊക്കെ ശരിയാ. പക്ഷെ സാധാരണ പോലെ ഏതെങ്കിലും ഒരു അതിഥിയല്ല നാളെ വരാൻ പോകുന്നത്. എന്റെ മകന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയും കുടുംബവുമാണ്. മൈ ഡോട്ടറിലോ നാളെ ഈ അമരാവതിയുടെ റാണിയായി വാഴേണ്ടവൻ. അവരെ സ്വീകരിക്കുന്നതിൽ ഒരു കുറവും ഉണ്ടാവരുത്. നമ്മുടെ സൽക്കാരം കണ്ട് അവരുടെ മനസ്സ് നിറയണം. ഗീവ് ദ റെസ്പെക്ട്, ടേക്ക് ദ റെസ്പെക്ട്. ദാറ്റ് ഈസ് യുവർ പോളിസി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ അവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല. പോരെ? ഞാൻ അവൾക്ക് കുറച്ച് സമ്മാനം കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ ഗിഫ്റ്റ്. വണ്ടർഫുൾ ഗിഫ്റ്റ്സോ? അതെന്തൊക്കെയാ? അവൾക്ക് എന്തു കൊടുത്താലും മതിയാവില്ല എനിക്ക്. അത്രയ്ക്ക് നല്ല കുട്ടി അവള്, ജാനകി. പിന്നെ ഇവിടെ നാത്തൂമാരില്ലാത്തോണ്ട് നമ്മൾ മരുമക്കൾക്ക് ഇവരെന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും? സ്ത്രീധനത്തിന്റെ കൂടെ കാറ് കൊണ്ടുവരുമോ? ഇതൊക്കെ വിശദമായിട്ട് അറിയണം. നിന്റെ തലക്കെന്താ വട്ടാണോ? അതെന്താ വായിച്ചേ അങ്ങനെ പറയുന്നേ? നീ ഈ കല്യാണം നടത്താനാണോ അതോ മുടക്കാനാണോ നോക്കുന്നത്? ഈ ലിസ്റ്റ് വായിച്ചാ തന്നെ മനസ്സിലാവും നീ ഇത് മുടക്കാനാ നോക്കുന്നതെന്ന്. മുടക്കാനോ? ഞാനോ? ഈശ്വര, എന്നെ കുറിച്ച് എന്തൊക്കെ മഹാപാപോ ഈ വായിച്ചു പറയുന്നേ. ഈ ലിസ്റ്റിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാ അവരപ്പ തന്നെ പറയും ഈ കല്യാണം വേണ്ടാന്ന്. പണത്തിനോട് അത്രയ്ക്ക് ആർത്തിയുള്ളവര് മാത്രമേ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കൂ. നിന്റെ ഉദ്ദേശവും അത് തന്നെയാവും. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഒരു കല്യാണം ആവുമ്പോ പെൺവീട്ടുകാരുടെ അന്തസ് മഹിമയൊക്കെ നമ്മളും അറിയണല്ലോ. ഇതാണോ അന്തസ്സും മഹിമയും? DK ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യം. DK കല്യാണം കഴിക്കാൻ ആ കുട്ടി സമ്മതിച്ചത് അതിലും വലിയ കാര്യം. നീ അടക്കം രഹസ്യമായും നാട്ടുകാരിൽ ചിലർ പരസ്യമായും ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്ന് വിളിച്ച് വിളിച്ച് ആ പേരിപ്പോ നാട് മുഴുവൻ ഫ്ലാഷായി. DKയുടെ പ്രായം 40. ഈ വയസ്സിൽ ജാനകിയെ പോലൊരു കൊച്ചു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതിയാ മതി. ഒരു കാര്യം നീ മറന്നുപോയി. വരുന്ന പെണ്ണ് ആരാണെന്ന്, ഈ വീട്ടിൽ അവളുടെ സ്ഥാനം എന്താണെന്ന്. അത് നമുക്കൊക്കെ വളരെ വളരെ മുകളിലാ. അമരാവതി വീടിനെയും നമ്മളെയെല്ലാം ഭരിക്കാനുള്ള അധികാര പദവിയിലേക്കാ ജാനകി വരുന്നത്. അവരോട് സ്ത്രീധനത്തിന്റെ കണക്ക് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മതി, നിർത്ത്. നിങ്ങൾ വിചാരിക്കുന്നത്ര വിവരമില്ലായ്മയൊന്നും എനിക്കില്ല. നിങ്ങൾ എന്റെ ഭർത്താവിന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യ സമ്മതിച്ചു എന്ന് കരുതി എന്നെ ഇങ്ങനെ ഭരിക്കുന്നതും വഴക്ക് പറയുന്നതും എനിക്ക് തീരെ ഇഷ്ടമല്ല. സത്യത്തിൽ ഈ DK ആരാ? ബന്ധം കൊണ്ട് എല്ലാവർക്കും ഒരു കുടുംബത്തിനകത്ത് പല സ്ഥാനവും കാണും. പക്ഷെ രക്തബന്ധം എന്ന് പറയുന്നത് ഒന്ന് വേറെ. ഈ DK നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്വന്തം അച്ഛനാണോ? അച്ഛനും അല്ല, അമ്മായി അച്ഛനും അല്ല. എന്നിട്ട് പോലും അയാളുടെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ട് നമ്മൾ. സ്റ്റോപ്പ് ഇറ്റ് താര. ഇതിനപ്പുറം ഇനി ഒരു വാക്ക് പറഞ്ഞാൽ അത് നിനക്ക് നന്നായിരിക്കില്ല. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും DKക്ക് നമ്മുടെ അമ്മായി അച്ഛന്റെ സ്ഥാനം തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ മരുമക്കളും. നിനക്കൊരു ലിസ്റ്റ് കയറി കളയാനേ പറ്റും. പക്ഷെ അതിനൊക്കെ അപ്പുറത്താ എന്റെ പ്ലാൻ. അതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ജാനകിയെ ഈ വീട്ടിൽ റാണിയായി വാഴിക്കാന്ന് നീ കരുതിയിട്ടുണ്ടാവും. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. DK ഇനി ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അനുജത്തി സിത്താരയായിരിക്കും. ആര് വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല.
ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മയുടെ മോള് ഒരു ജോലിക്ക് അഡ്വാൻസ് വാങ്ങിക്കാൻ പോവാ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ എനിക്ക് തെളിയിക്കണം. എന്നെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. എന്നെ അനുഗ്രഹിക്കണേ അമ്മേ. അമ്മയുടെ പൊന്നു മോളല്ല ഞാൻ. ദേ സൂപ്പർ, കലക്കി മോളെ. ചേച്ചി വാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ആശാലതെ, ഞങ്ങള് പോയിട്ട് വരാം. വാ മോളെ. മമ്മി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വാ. വാ. അതെ, പോകുന്നേക്കെ കൊള്ളാം. ഇതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കണം. ഒരു നല്ല വഴിക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ പിന്നീന്ന് വിളിക്കരുതെന്ന് നിനക്ക് അറിഞ്ഞൂടെ ആശാലതെ? പിന്നെ അതൊക്കെ തോന്നല. മുന്നിലായാലും പിന്നിലായാലും സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാ. അവിടെ ചെന്നിവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ഒടുവിൽ തലകുനിച്ച് പോരാൻ ഇടവരരുത്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്റെ മോളിന്ന് കലക്കും. അതെ, നീ ഇവളെ ഒന്ന് അനുഗ്രഹിച്ച് യാത്രയാക്കും. വേണ്ട ചാ, അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിലും ചേച്ചി ഇന്ന് അവരുടെ മുമ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്യും, എനിക്ക് ഉറപ്പാ. ഇങ്ങനെ മനസ്സ് കല്ലായിട്ടുള്ളവരുടെ അനുഗ്രഹം മേടിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. സിനിമയിൽ അഭിനയിക്കാൻ വന്നതിന് ഇത്രയ്ക്ക് വലിയ സ്വീകരണം. അപ്പൊ ഞാനും സ്റ്റാറായി. എനിക്ക് വട്ടായതാണോ അതോ ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വട്ടായതാണോ? വരൂ മോളെ സീതേ. അല്ല ജാനകി, വരൂ, കേറി വാ. ചെല്ലുമോളെ. ഹായ്. താരാ, ഇനി കാല് കഴുകിക്കോളൂ. കാല് കഴുകി. വരും മോളെ. വാ. എന്താ ഇതൊക്കെ? അയ്യോ, ഇതെന്താ ചോരയോ? ഭഗവാനെ, മഹാലക്ഷ്മിയുടെ പാദങ്ങൾ, ലക്ഷ്മിപാദം എന്റെ വീടിനകത്ത് പതിഞ്ഞിരിക്കുന്നു. ലക്ഷ്മി പാദോ? ഇവർക്കെന്താ വട്ടായോ? വരാൻ. ഇതിപ്പോ ആ കുട്ടി എന്താ പറഞ്ഞു സീത? സീതയോ? അച്ഛ, ഞാൻ പ്രിയയാ. ഓ, നീ ആയിരുന്നല്ലേ. പക്ഷെ ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. അച്ഛ, ഈ വീട്ടിൽ എന്ത് നടന്നാലും അത് നമ്മളെ ബാധിക്കില്ല. ചേച്ചിക്ക് ആ വേഷം കിട്ടണം, നമുക്കത്രേ ഉള്ളൂ. ചേച്ചി, എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ അവരോട് അങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞത്?
നീ പറഞ്ഞ കഥ കേട്ട് ആ അച്ഛൻ മകളെ DKക്ക് വിവാഹം ചെയ്ത് കൊടുക്കരുത്. അതല്ലേ നിന്റെ ഉദ്ദേശം? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഇനി എന്ത് കാണിച്ചാലും ജാനകി തന്നെയായിരിക്കും ഈ വീടിന്റെ മരുമകൾ. അയ്യോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല മായേച്ചി. ചുമ്മാ അവരോടൊരു കുശലം പറഞ്ഞതാ. മതി, നിർത്ത് നിന്റെ അഭിനയം. ഒരു കാര്യം നീ മനസ്സിലാക്കിയാ നന്നു. ഇനി ഇതുപോലൊരു നാവ് വിളയാട്ടം നീ നടത്തിയാൽ ഈ അമരാവതി വീടിന്റെ മുറ്റത്ത് ചിതറി വീഴും നിന്റെ ജീവിതം. ഓർത്തോ നീ? പിന്നെ അവളുടെ ഒരു തുള്ളിയാട്ടം, ഇതൊക്കെ കണ്ടാ ഞാൻ അങ്ങ് പേടിച്ച് പിന്മാറുമെന്ന് അവളുടെ വിചാരം. എന്റെ വിളയാട്ടം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ മായേ. എന്തൊക്കെ സംഭവിച്ചാലും സിത്താരയെ തന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. DKയുടെ ഭാര്യയായി സിത്താര തന്നെ ഈ വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. പിന്നെ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് വെറും നാവു വിളയാട്ടം ആയിരിക്കില്ല, എന്റെ സംഹാര താണ്ഡവമായിരിക്കും. ഇരിക്കുമോളെ, ഇരിക്കുമോളെ. ഈ ആഭരണങ്ങളൊക്കെ എന്റെ അമ്മായിമ്മ എനിക്ക് തന്നതാ. എനിക്കൊരു മരുമകൾ വന്നപ്പോ ഞാൻ അത് അവൾക്ക് കൊടുത്തു. അവൾ മരിച്ച ശേഷം ഞാനിത് സൂക്ഷിച്ചു വെച്ചു. ഇപ്പൊ ഞാൻ ഈ വളകൾ നിനക്ക് തരുക. അയ്യോ അമ്മേ, എനിക്കെന്തിനാ ഈ വളകള്? ഞാനിപ്പോ അങ്ങ് പോവില്ലേ? കളി പറയല്ലേ മോളെ, ഡോണ്ട് ബി സില്ലി. നിന്നെ ഇനി ഞാൻ എവിടേക്കും വിടില്ല. ഇനി നീ ഞങ്ങൾക്ക് സ്വന്തമാകാൻ പോവല്ലേ? ആ കഴിഞ്ഞിട്ടിക്ക്. വന്ന കാര്യം കഴിഞ്ഞാ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയില്ലേ? പിന്നെ എന്തിനാ അമ്മ ഇതൊക്കെ? ഇന്ന് പോയാലും പിന്നെ നീ വരില്ലേ? അന്ന് വന്നാ പിന്നെ നീ പോവില്ലല്ലോ. ഇവരെന്തൊക്കെയാ പറയുന്നേ? ഹിറ്റ്ലറിന്റെ വീടാണെങ്കിലും ഇവരൊക്കെ എത്ര സ്നേഹമുള്ളവരാ. രാമലീല സിനിമ വലിയ ബഡ്ജറ്റിലാ എടുക്കുന്നതെന്ന് തോന്നുന്നു. എവിടെ പോയി? ഇവരിതെവിടെ പോയി? ദാ.
ഈ കപട വേഷം കെട്ടി ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അത് ഞാൻ പോവാ. എടീ പെരിങ്കള്ളി, ഫാൻസി ഡ്രസ് കളിച്ച് നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലേ? കഥകളിലും സിനിമകളിലും മാത്രമേ ഇങ്ങനെ ഒരുത്തിയെ കണ്ടിട്ടുള്ളൂ. പറയടി, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? പണം കൊള്ളയോ അതോ DK അപമാനിക്കാനോ? ആരാടി നിന്റെ പിന്നിൽ? നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ഇനി നീ എന്ത് പറയാനാ? മാസ്കും കണ്ണടയും വെച്ച് ഞങ്ങളുടെയൊക്കെ കണ്ണി നീ പൊടിയിട്ടു. എന്തൊരു പദ്ധതി, എന്തൊരു പ്ലാനിങ്, എന്തൊരു നാടകം. ഇവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇവൾക്ക് ഈ പെരുങ്കള്ളം കാണിക്കാൻ കൂട്ടുന്നത് സ്വന്തം അച്ഛനും അനിയത്തി. ഇവളുടെ കുടുംബം മൊത്തം തട്ടിപ്പുകാരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സ്റ്റോപ്പ് ഇറ്റ്. ഇതിൽ പറയുന്ന കേൾക്കാറുണ്ട്, ചിലര് വരുമ്പോ ചരിത്രം വഴിമാറുമെന്നൊക്കെ. ഇവൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ മുതൽ ഉണ്ടായത് നിങ്ങളുടെ ഈ വീടിന്റെയും നഷ്ടത്തിന്റെ ചരിത്രം മാത്രം. നാളെ ഇവള് കാരണം എല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. നോക്കിക്കൂ. എന്തൊക്കെ അനാവശ്യങ്ങൾ അമ്മ ഈ പറഞ്ഞു കൂട്ടുന്നേ? ഇത്രയ്ക്ക് ചീത്ത പറയാൻ മാത്രം ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. നിർത്തടി. അങ്ങനെ നീ ഇപ്പൊ ഇവളെ സപ്പോർട്ട് ചെയ്യണ്ട. അശാലതേ, ഒരാളെ കുറ്റം പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? ഇത് നീ മനഃപൂർവ്വം കുറ്റം പറയുന്നതാട്ടാ ഞങ്ങൾക്ക് തോന്നുന്നു. ഞാൻ പറയുന്നതാണോ കുറ്റം? ആ വീട്ടിൽ നടന്നതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? 10 പേരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുക എന്നല്ലാതെ ഇവളെ കൊണ്ട് ഈ വീടിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇവൾ ഈ വീടിന്റെ ശാപമായിട്ട് തന്നെയാ ജനിച്ചത്. മമ്മി മതി.